How to pass EA examination, enrolled agent examination in the first attempt itself. What is the easiest way? What is the trick to do that? Is there any trick? No, obviously no, because it's a professional qualification. ഇതൊരു professional qualification ആണ്. എളുപ്പവഴിയൊന്നുമില്ല അത് പാസ്സാവാനായിട്ട്. പക്ഷെ there is a systematic way to do that. എന്താണ് ആ systematic way? Like every courses അല്ലെങ്കിൽ ഏതൊരു സാധനം പഠിക്കുന്ന പോലെ തന്നെ EA also has syllabus. EA എടുത്തവർക്ക് അല്ലെങ്കിൽ EA ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് how many of you know EA has a syllabus? സിലബസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. LOS, ലേണിംഗ് ഔട്ട്കം സ്റ്റേറ്റ്മെന്റ്. എത്ര പേര് EA-യുടെ LOS കണ്ടിട്ടുണ്ട്? മിക്കവരും മേ ബി ഒരു 90% ഓഫ് യു ഹാവ് നെവർ സീൻ ദാറ്റ്, റൈറ്റ്? ബിക്കോസ് നിങ്ങളൊരു ടെക്സ്റ്റ് എടുക്കും, ആ ടെക്സ്റ്റ് പഠിക്കുക, പോയി പാസ് ആവും. ഇഫ് യു ഹാവ് ലക്ക് യു വിൽ പാസ്. പക്ഷേ ദോസ് ഹു ഹാവ് ഫെയിൽഡ് യു നോ ദാറ്റ് നമുക്ക് അറിയാത്ത എന്തൊക്കെയോ അതിലേക്ക് ചോദിച്ചിട്ടുണ്ട്, ടെക്സ്റ്റിൽ ഇല്ലാത്ത എന്തൊക്കെയോ സാധനങ്ങൾ അതിൽ ചോദിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ സിലബസ്. കാരണം വാട്ട് ദേ എക്സ്പെക്ട്, വാട്ട് IRS എക്സ്പെക്ട് ഈസ് ദാറ്റ് പാർട്ട് 1 പാസ്സാവുന്ന വ്യക്തികൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം, പാർട്ട് 2 പാസ്സാവുന്ന വ്യക്തികൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അങ്ങനെ ഓരോ പാർട്ടിനും വാട്ട് ദേ എക്സ്പെക്ട് യു ടു ഹാവ് നോളജ് ഓൺ, അങ്ങനെ ഒരു ലേണിംഗ് ഔട്ട്കം സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇപ്പോൾ മക്കളെ ടെക്സ്റ്റ് നിങ്ങൾ പഠിക്കുന്നു, ഓക്കെ ഫൈൻ, ഇറ്റ് മൈറ്റ് ബി പബ്ലിഷ്ഡ് ഫ്രം ഹോക്ക്, മൈറ്റ് ബി പബ്ലിഷ്ഡ് ബൈ ഗ്ലാം, അങ്ങനെ ഏതെങ്കിലുമൊക്കെ പബ്ലിഷേഴ്സിന്റെ ആയിരിക്കും. ഇതെല്ലാം ടെക്സ്റ്റ് ഇറ്റ് ഈസ് പബ്ലിഷ്ഡ് ഓൺ LOS ആണ്. LOSന്റെ ബേസിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് ആണ്. ആദ്യം നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? വാട്ട് ഈസ് ദ സിലബസ്? ആ സിലബസ് പഠിച്ചതിന് ശേഷമാണ് യു ഹാവ് ടു എൻ്റർ ഇൻ ടു ടെക്സ്റ്റ് ആൻഡ് യു ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദർ ഇൻ ദ സിലബസ് ആൻഡ് ഹൗ ദേ ഹാവ് പോർട്രേഡ് ഇൻ ദ ടെക്സ്റ്റ്. അതായിരിക്കും ബെറ്റർ. So those who have never seen the syllabus for EE, like LOS for EE, I have uploaded in my website, and not website, uploaded in my Google Drive, and I have shared that link in my comment. ആ കമന്റിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പ്ലീസ് ഗോ ത്രൂ ദ സിലബസ്. കാരണം അറിഞ്ഞിരിക്കണം സിലബസ് എന്താണെന്നുള്ള കാര്യം. ഇനി in this video what we cover or what we try to cover is what are coming under EA syllabus. This is a snapshot of enrolled agent part 1 LOS. Enrolled agent individual taxation ആയ part 1 ന്റെ learning outcome statement ആണ് ഇത്. So there will be basically 6 parts or 6 sections from which you will get questions for part 1 examination. The 6 sections are preliminary work with the taxpayer data, income and assets, deductions and credits, taxation, advising the individual taxpayer, specialized return for individuals. ഈ 6 സബ്ജക്ട്സിന്റെ ബേസ് അല്ലെങ്കിൽ 6 ടോപ്പിക്സിന്റെ ബേസിലായിരിക്കും നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ടാക്സ് എക്സാം, അതായത് ഈ എൻറോൾഡ് ഏജന്റ് പാർട്ട് 1 എക്സാമിനേഷൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാം. ഫ്രം പ്രിലിമിനറി വർക്ക്സ് വിത്ത് ടാക്സ് പേയർ ഡേറ്റ, അതിൽ നിങ്ങൾ ITIN, PTIN, SSN, അതേപോലെ തന്നെ ഫയലിംഗ് സ്റ്റാറ്റസ്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, ദെൻ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, കിഡ്സ് ടാക്സ്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വരും. അതിന്റെ ബേസിലായിരിക്കും ഈ 14 ക്വസ്റ്റ്യൻസ് വരിക. ഇനി ഇൻകം ആൻഡ് അസറ്റ്സ്, എങ്ങനെയാണ് നിങ്ങൾ ഗ്രോസ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ ആണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അസറ്റ്സിന്റെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അസറ്റ്സിന്റെ ഡിപ്രീസിയേഷൻ നമുക്ക് ബോണസ് ഡിപ്രീസിയേഷൻ കിട്ടുമോ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇൻകം ആൻഡ് അസറ്റ്സിൽ പഠിക്കും. There will be 17 questions based upon that. And deductions and credit, what are the different types of deductions available or credits available? നമ്മൾ you'll be learning ABLD, above the line deduction, below the line deduction. പിന്നെ ക്രെഡിറ്റ്സ് ഉണ്ട്. ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് അമേരിക്കൻ ഓപ്പർച്യൂണിറ്റി ടാക്സ് ക്രെഡിറ്റ്, ദെൻ വി ഹാവ് ലൈഫ് ടൈം ലേണേഴ്സ് ക്രെഡിറ്റ്, അങ്ങനെയുള്ള പല ക്രെഡിറ്റുകളുണ്ട്. ആ ക്രെഡിറ്റുകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് 17 ക്വസ്റ്റ്യൻസ് ആണ് ഈ പാർട്ട് 1 എക്സാമിനേഷൻ വരിക. Then about taxation, how you calculate the tax, 15 questions will be there. Advising the individual taxpayer, എങ്ങനെയാണ് നമ്മൾ ടാക്സ് പേയറിനെ അഡ്വൈസ് ചെയ്യാൻ പോകുന്നത്, how to reduce his tax liability legally, അതിന്റെയൊക്കെ ബേസിൽ 11 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. Then 12 questions on the basis of special return for individual, estate tax, ഗിഫ്റ്റ് ടാക്സ്, അങ്ങനെയുള്ള സ്പെഷ്യലൈസ്ഡ് റിട്ടേൺസ്, അതിന്റെ ബേസിൽ ഒരു 12 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഈ പാർട്ട് 1 എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. സോ വി വിൽ ബി ഡിഗിങ് ഡീപ്പ് ഇൻ ടു വാട്ട് ഓൾ ദോസ് 6 ടോപ്പിക്സ്. ഈ 6 ടോപ്പിക്സ് അതിൽ നിന്ന് എന്താണ് സ്പെസിഫിക്കലി അവർ ചോദിക്കുന്നത് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ കാണാം. സോ ആസ് വി സെഡ് ഏർലിയർ, ഇത് നമുക്ക് we have 6 topics on which you will get questions for EA part 1 examination. അതിൽ ഫസ്റ്റ് ടോപ്പിക് ആണ് preliminary works and taxpayer data. You can expect 14 questions from this particular section. So ഇതിൽ നിങ്ങൾ ബേസിക്കലി പഠിക്കുന്നത് you will be learning about how to determine the residency status of a particular individual, or individual residency status. If a person is a US citizen or US resident അല്ലെങ്കിൽ നോൺ റെസിഡന്റ് ഏലിയൻ ആണോ, എങ്ങനെയാണ് ഇത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു വ്യക്തി ഡ്യുവൽ സ്റ്റാറ്റസ് ഏലിയൻ ആയി മാറുന്നത്, ഇതെല്ലാമായിരിക്കും നിങ്ങൾ ഇതിൽ പഠിക്കുക. Then along with that you will be understanding what are the different types of filing status.
നമുക്ക് MFJ മാരിഡ് ഫയലിംഗ് ജോയിന്റ് ഉണ്ട്, ക്വാളിഫൈഡ് സർവൈവിംഗ് സ്പൗസ് ഉണ്ട്, വി ഹാവ് മാരിഡ് ഫയലിംഗ് സെപ്പറേറ്റ്ലി, വി ഹാവ് സിംഗിൾ ആൻഡ് വി ഹാവ് ഹെഡ് ഓഫ് ഹൗസ് ഹോൾഡ്. ഇതൊക്കെ എങ്ങനെയാണ് ഒരു വ്യക്തി എങ്ങനെയാണ് ഹെഡ് ഓഫ് ഹൗസ് ഹോൾഡ് ആവുന്നത്, എങ്ങനെയാണ് ഒരു വ്യക്തി QSS ആവുന്നത്, എങ്ങനെയാണ് ഒരു വ്യക്തി സിംഗിൾ ആകുന്നത്, വാട്ട് ആർ ദി എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ്, ഇതെല്ലാം നിങ്ങൾ ഈ ഒരു പോർഷൻസ് പഠിക്കും. അലോങ് വിത്ത് ദാറ്റ് യു വിൽ ബി ലേണിംഗ് അബൌട്ട് how a person becomes dependent of another person for 1040 purpose. അതായത് 1040 അതായത് ഇൻഡിവിജ്വൽ ടാക്സ് ഫയൽ ചെയ്യുന്ന ഫോമിൽ ഒരു വ്യക്തി എങ്ങനെയാണ് ഡിപ്പെൻഡന്റ് ആയി മാറുന്നത്, ഡിപ്പെൻഡന്റ് ആയി മാറിക്കഴിഞ്ഞാൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണുള്ളത്, അതേപോലെ തന്നെ ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിപ്പെൻഡൻസി കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്രെഡിറ്റ്സ്, അതെ അതിന്റെ ഒരു ചെറിയൊരു സ്നാപ്ഷോട്ട് നിങ്ങളോട് പഠിക്കും. അലോങ് വിത്ത് ദാറ്റ് യു വിൽ ബി അണ്ടർസ്റ്റാൻഡിങ് കിഡി ടാക്സ്. അതായത് നമ്മുടെ ഒരു ഡിപ്പെൻഡന്റ് ആയിട്ടൊരു ചൈൽഡ് ഒരു പരിധിയിൽ കൂടുതൽ അൺഏൺഡ് ഇൻകം എന്ന് പറയുന്നത് ഇൻകം ഫ്രം ഡിവിഡൻഡ്, ഇൻകം ഫ്രം ഇൻട്രസ്റ്റ്, അങ്ങനെയുള്ള ഇൻകംസ് നമ്മൾ കിട്ടുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിന്റെ പേരന്റ് അല്ലെങ്കിൽ ഗാർഡിയൻ അതിന് ടാക്സബിൾ ആയിട്ട് വരുന്നത്. പിന്നെ യു വിൽ ബി ലേണിംഗ് അബൌട്ട് FBAR ആൻഡ് സം 8938 വേർ ഒരു പരിധിയിൽ കൂടുതൽ ഫോറിൻ നേഷൻസിൽ നിങ്ങൾക്ക് അസറ്റ്സ് ഉണ്ടെങ്കിൽ യു ഹാവ് ടു ഫയൽ സർട്ടൺ എക്സ്ട്രാ ഫോംസ്, എക്സ്ട്രാ നിങ്ങൾ കുറച്ച് എന്താ ടാക്സ് കോംപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് വരും. അതൊക്കെയാണ് നിങ്ങൾ ഈ ഒരു പാർട്ടിൽ അല്ലെങ്കിൽ ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ പഠിക്കുക. ആൻഡ് യു ക്യാൻ എക്സ്പെക്ട് അറൌണ്ട് 14 ക്വസ്റ്റ്യൻ ഫ്രം ഓൾ ദീസ് LOS. ഈ ലേണിംഗ് ഔട്ട്കം സ്റ്റേറ്റ്മെന്റിലെ ഈ ക്വസ്റ്റ്യൻസിൽ നിന്ന് യു ക്യാൻ എക്സ്പെക്ട് 14 ക്വസ്റ്റ്യൻസ്. And the second sections from which you will get questions for EA part 1 is the income and assets, where you will be understanding what are the different types of incomes which are included in gross income. ഗ്രോസ് ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻകംസ് ഏതൊക്കെയാണ് ഏൺഡ് ഇൻകം, ഏതൊക്കെയാണ് അൺഏൺഡ് ഇൻകം, ദെൻ വാട്ട് ഈസ് പാസ് ത്രൂ ഇൻകം, അതേപോലെ തന്നെ കൺസ്ട്രക്റ്റീവ് ഡിവിഡൻഡ് എന്താണ്, അലിമണി എന്താണ്, ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് എങ്ങനെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, അതിന് കുറച്ച് കാൽക്കുലേഷൻസ് ഒക്കെ വരും. അതൊക്കെയാണ് നിങ്ങൾ ഇതിൽ പഠിക്കുക. പിന്നെ അലോങ് വിത്ത് ദാറ്റ് യു വിൽ ബി അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് അസറ്റ്സ്. അസറ്റ്സ്, ഹൗ മെനി ടൈപ്സ് ഓഫ് അസറ്റ്സ് ആർ ദർ, റിയൽ അസറ്റ്സ്, പേഴ്സണൽ അസറ്റ്സ്, എങ്ങനെയാണ് റിയൽ അസറ്റ്സിനെ നമ്മൾ വിൽക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് അതിൽ ടാക്സ് കോംപ്ലിക്കേഷൻസ് വരിക, എങ്ങനെയാണ് 121 എക്സ്ക്ലൂഷൻ നമുക്ക് കിട്ടുക, എങ്ങനെയാണ് നമ്മൾ ലൈക്ക് കൈൻഡ് എക്സ്ചേഞ്ചസ് റെക്കഗ്നൈസ് ചെയ്യുക, അങ്ങനെ കുറെ കാര്യങ്ങളായിരിക്കും നിങ്ങളോട് പഠിക്കുന്നത്. ആൻഡ് യു വിൽ ബി ലേണിംഗ് ലിറ്റിൽ ബിറ്റ് അബൌട്ട് ദി depreciation aspect as well. കാരണം we have depreciation method, straight line method ഉണ്ട്, അതേപോലെ തന്നെ multiple methods we have, MACRS, modified accelerated cost recovery system of depreciation we have. ഇതെല്ലാം ആയിരിക്കും നിങ്ങൾ ഈ സെക്കൻഡ് സെക്ഷനിൽ പഠിക്കുക. and you can expect around 17 questions from this particular section. In section 3, you can expect 17 questions from on the basis of deductions and credits available for individuals. 1040-ൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ കിട്ടാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലയൻസിന് കിട്ടുന്ന ഡിഡക്ഷൻസ് എന്തൊക്കെയാണ്. Above the line deduction, you know, section 62 deductions or adjustment, and we have below the line deductions. ആ below the line deductions ഏതൊക്കെയാണ്, ക്വാളിഫൈഡ് ബിസിനസ് ഇൻകം ഡിഡക്ഷൻസ്, ഐറ്റമൈസ്ഡ് ഡിഡക്ഷൻ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻസ്, എങ്ങനെയാണ് ഫയലിംഗ് സ്റ്റാറ്റസിന്റെ ബേസിസിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വരിക, എങ്ങനെയാണ് നമുക്ക് ഡിപ്പെൻഡൻസിന്റെ ബേസിൽ ക്രെഡിറ്റ്സ് കിട്ടുക, ഡിഫറെന്റ് ഡിഡക്ഷൻസ് കിട്ടുക, QBID, ക്വാളിഫൈഡ് ബിസിനസ് ഇൻകം ഡിഡക്ഷൻ, ഒരു അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകം, അതായത് പാർട്ട്ണർഷിപ്പിൽ നിന്നോ അല്ലെങ്കിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ നിന്നോ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകത്തിന്റെ 20% യു ക്യാൻ ഡിഡക്ട് ആസ് QBID. സോ അതെങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എന്താണ് ഈ QBID, എന്താണ് ഐറ്റമൈസ്ഡ് ഡിഡക്ഷൻ, എന്താണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, ദെൻ വാട്ട് ഈസ് your above the line deduction, ഇതെല്ലാം ആയിരിക്കും നിങ്ങൾ ഇതിൽ പഠിക്കുന്നത്. Along with that you will be understanding about different credits which are available for individual taxpayers in 1040. 1040-ൽ individual taxpayers-ന് കിട്ടുന്ന different types of credits. Child and dependent care credit ഉണ്ട്, then child tax credit ഉണ്ട്, education credit, you have American opportunity tax credit, you have lifetime learners credit, then അതേപോലെ തന്നെ you have premium tax credit. ഇതെല്ലാം കിട്ടുന്നത് എങ്ങനെയാണ്, എത്ര എമൗണ്ട് ആണ് ഈ ടാക്സ് ക്രെഡിറ്റ് കിട്ടുക, എങ്ങനെയാണ് ഇത് കിട്ടുന്നത്, വാട്ട് ആർ ദ ഡിപ്പെൻഡൻസി, ദെൻ ഏൺഡ് ഇൻകം ക്രെഡിറ്റ്, ഇതൊക്കെ കിട്ടുന്നത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് എലിജിബിലിറ്റി, എത്ര എമൗണ്ട് ആണ് കിട്ടുക, ഇതെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കേണ്ടി വരും. കാണാപ്പാഠം പഠിക്കണ്ട എന്ന് പറഞ്ഞാൽ പോലും യു ഹാവ് ടു ലേൺ ഈ ക്രെഡിറ്റ് എമൗണ്ടുകൾ ഒന്ന് കാണാപ്പാഠം പഠിക്കേണ്ടി വരും. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദോസ് എമൗണ്ട്സ്. ആൻഡ് ഫ്രം ദി ഫോർത്ത് സെക്ഷൻ, that is from taxation, you can expect around 15 questions. So there you will be getting questions from alternative minimum tax, AMT tax, self-employment tax, then social security withholding. അതേപോലെ തന്നെ you can expect income in respect of dissident, അതിന്റെ taxation എങ്ങനെയാണ് വരിക, then other taxes like first time home buyers credit repayment, additional Medicare tax എങ്ങനെയാണ് വരിക, ഇതെല്ലാം നിങ്ങൾക്ക്
ഈ ഒരു സെക്ഷനിൽ നിന്ന് you can expect around 15 questions. And the fifth section is advising the individual taxpayer. You can expect around 11 questions from this. So you can expect questions from education planning. എങ്ങനെയാണ് നമുക്ക് ടാക്സ് ലയബിലിറ്റി കുറച്ച് കൊടുക്കാനായിട്ട് നമ്മുടെ ക്ലയൻസിനെ കുറച്ച് കൊടുക്കാനായിട്ട് സാധിക്കുക, ലീഗലി കുറച്ച് കൊടുക്കാനായിട്ട് സാധിക്കുക. So what are the different advices that you can give your taxpayer? Estimated tax എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, what is insured spouse, what is innocent spouse status, അതേപോലെ തന്നെ what are the different adjustment available, then retirement planning എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള അഡ്വൈസസിന്റെ ബേസിൽ you can expect around 11 questions. Last but not the least, the sixth section on which you can expect question for EA part 1 is that specialized return for individual tax returners. So there you can expect 11 questions from estate tax, gift tax, GSTT, generation skip transfer tax. നമ്മുടെ നാട്ടിലെ GST അല്ല, GSTT, generation skip transfer tax. Then international information reporting such as FBAR, then form 8938, then form 8865. ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിക്കും. And you can expect around 11 questions. എങ്ങനെയാണ് എസ്റ്റേറ്റ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഗിഫ്റ്റ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതായത് what are the different deductions available, what are the different credits available, എത്രയാണ് നമ്മൾ ഗിഫ്റ്റ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, what is the ACA, നമുക്ക് ക്രെഡിറ്റ് എമൗണ്ട്, ആപ്ലിക്കബിൾ ക്രെഡിറ്റ് എമൗണ്ട് എത്രയാണ് വരുന്നത്, ഇതെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം. And along with that you will have GSTT. GSTT is generation skip transfer tax. So there are 3 wealth transfer tax, estate tax. ഒരു വ്യക്തി മരിച്ചതിന് ശേഷം അയാളുടെ വെൽത്ത് ട്രാൻസ്ഫർ ചെയ്യുന്നത് എസ്റ്റേറ്റ് ടാക്സ് ആണ്. ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഗിഫ്റ്റ് ടാക്സ്. ദെൻ ജനറേഷൻ സ്കിപ്പ് ട്രാൻസ്ഫർ ടാക്സ്, വേർ യു ട്രാൻസ്ഫർ യുവർ അസറ്റ് ഫ്രം യുവർ ജനറേഷൻ ടു എ ജനറേഷൻ ടു എ സെക്കൻഡ് ജനറേഷൻ. അതായത് രണ്ടാമത്തെ ജനറേഷൻ ഒരാൾ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ആൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന GSTT, ജനറേഷൻ സ്കിപ്പ് ട്രാൻസ്ഫർ ടാക്സ്. അപ്പൂപ്പൻ കൊച്ചുമോൾക്ക് ഗിഫ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി കമ്മിങ് അണ്ടർ ദ purview of GSTT, generation skip transfer tax. So അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു 11 questions ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുക. So this is just an overview of part 1 and what are the questions you can expect from part 1.